ഈ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരമേറ്റതിൻ്റെ തൊട്ട് പിറകെ അദ്ദേഹം നടത്തിയ സന്ദർശനം നമുക്കറിയാം. അപ്പോൾ ആദ്യം സൗദിയിൽ പോകുന്നു, പിന്നെ ഖത്തറിൽ പോകുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം തുടങ്ങിയത്. ഇസ്രായേലിൽ പോലും പോകുന്നതിന് മുമ്പ് അദ്ദേഹം സൗദിയും ഖത്തറും ഒക്കെ സന്ദർശിക്കുന്ന കാഴ്ച കണ്ടു. അന്ന് സൗദി ഒരു വലിയ ആയുധ കരാർ, ലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെ ആയുധ കരാർ അമേരിക്കയുമായി ഒപ്പുവയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണം നടക്കുന്നു. ഇനി ഈ രാജ്യങ്ങൾ ഞങ്ങൾ ആയുധശേഷി കൈവരിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയിലേക്ക് വരികയും അതിനുള്ള പർച്ചേസിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണഫലം കൂടി അമേരിക്ക എടുക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുമോ? അല്ല, അതാണ് നമ്മൾ കാണേണ്ടത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന് പറഞ്ഞതാണ്, ഞാൻ ഇത്തവണ പീസ് പ്രസിഡന്റാണ്, ലോകത്തൊട്ടാകെ സമാധാനം കൊണ്ടുവരാനായിട്ടും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധവും അദ്ദേഹം ഇത് നിർത്തിയില്ല എന്നുള്ളത് വേറെ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം മനുഷ്യര് നിരപരാധികളായിട്ടുള്ള ആളുകൾ, ഈ കമ്പാറ്റൻസ് അല്ല, യുദ്ധത്തിൽ രണ്ട് യുദ്ധങ്ങൾ നടക്കുമ്പോൾ രണ്ട് യുദ്ധങ്ങളുടെ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ മരിക്കുന്നില്ല. ഇവിടെ നിരപരാധികളായ ആളുകളെ, അത് നമ്മൾക്ക് അറിയാമല്ലോ, ഈ ഭക്ഷണം നൽകുന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി നിൽക്കുന്ന ആളുകളെ, അതും മനുഷ്യക്കോലം അല്ല അവരുടെ ഒന്നും, അങ്ങനെയുള്ള പട്ടിണിക്കോലങ്ങളെ ഈ തോക്കുപയോഗിച്ച് വെടിവെച്ച് ബോംബ് ഉപയോഗിച്ച് തകർത്ത് കൊല്ലുന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു രാജ്യമായി അത് മാറുന്നു. അതൊന്നും അമേരിക്ക കണ്ടില്ല എന്ന് പറയുന്നു. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഈ സമാധാനത്തിന്റെ പ്രസിഡന്റ് ചെയ്ത ഒരു വലിയ കാര്യം അറിയാം ഇപ്പം. അതാണ് ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്. അതായത് ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പീസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ ഇപ്പൊ ചെയ്ത എന്താ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, പ്രതിരോധ മന്ത്രാലയത്തെ യുദ്ധ മന്ത്രാലയമാക്കി മാറ്റി. ഒന്നാലോചിച്ച് നോക്കൂ. ഇയാൾ ഈ പറയുന്ന പ്രസിഡന്റ് ഞാനൊരു സമാധാന പ്രസിഡന്റായി മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആളാണോ ഒരു പ്രതിരോധ വകുപ്പിനെ യുദ്ധ വകുപ്പാക്കി പേര് മാറ്റി? എന്നിട്ട് എന്താ പറയുന്നത്, ഇത് യുദ്ധ വകുപ്പാക്കിയാൽ മാത്രമേ ഈ നമുക്ക് കൂടുതൽ ആക്രമണോത്സുകമാക്കി നമ്മുടെ ആളുകളെ മാറ്റാൻ കഴിയൂ. ഇതാണ് ഇതിന്റെ കോൺട്രഡിക്ഷൻ. അതായത് ഞാൻ ഒരു ചാനലിൽ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മുല്ലപ്പൂ കച്ചവടം മൂത്രപ്പുരയിൽ വാസം എന്ന് നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്നതുപോലെയാണ് പറയുന്നതൊക്കെ ജനാധിപത്യവും മനുഷ്യാവകാശവും സമാധാനവുമാണ്, എന്നാൽ വിതയ്ക്കുന്നത് മുഴുവൻ യുദ്ധവും അശാന്തിയുമാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും രാജ്യം വളരെ കൃത്യമായ കാര്യം പറഞ്ഞു, ആയുധം വാങ്ങുന്ന എവിടെ നിന്ന് വാങ്ങാൻ കഴിയുക? ആയുധം വാങ്ങുന്നതിൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ കഴിയൂ, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വാങ്ങാൻ കഴിയൂ. ഈ രാജ്യങ്ങളെല്ലാമാണ് ഈ ആയുധ നിർമ്മാണത്തിന്റെ ആദ്യത്തെ പട്ടികയിലുള്ള രാജ്യങ്ങൾ. അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇരിക്കാൻ കഴിയുന്നത് ഈ ഇത്തരം കരാറുകളിൽ നിന്നും ആയുധ കരാറുകളിൽ നിന്നുമൊക്കെ പിന്മാറി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അന്തർദേശീയ എഗ്രിമെന്റുകളിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് എന്തെങ്കിലും അതിശക്തമായ പ്രതിഷേധം, ഞങ്ങളിതാ ബാക്കിയുള്ളൊരു പുതിയ ചേരിക്ക്, ഇപ്പൊ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ശാക്തിക ചേരി രൂപീകരിക്കപ്പെടുന്ന പോലെ, SCO എന്ന് പറയുന്ന ശാക്തിക ചേരി രൂപീകരിക്കപ്പെടുന്ന പോലെ, അങ്ങനെ എന്തെങ്കിലും ഒരു ശാക്തിക ചേരി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം നടത്താം. പക്ഷെ അങ്ങനെ അവർ തയ്യാറാവത്തില്ല. കാരണം ഇത്തരം രാജ്യങ്ങളിൽ അട്ടിമറി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന അമേരിക്കയെ സംബന്ധിച്ചൊരു വലിയ വിഷയമേ അല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇവരെല്ലാം രാജാക്കന്മാരാണ്, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല. ഒരു രാജാവിന് അധികാരം നഷ്ടപ്പെട്ട എന്നേക്കുമായിട്ട് പോയി, ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നിടത്ത് വേറൊരു ജനാധിപത്യ ഭരണാധികാരി വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാഷ്ട്രീയമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന പ്രദേശമാണ് പശ്ചിമേഷ്യ. അതുകൊണ്ട് അവരെല്ലാം അമേരിക്കയുടെ ഒരു വാസൽ രാജ്യങ്ങളായിട്ട് വാസ്തവത്തിൽ നിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ ഈ പ്രശ്നത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഈ പശ്ചിമേഷ്യൻ, ഈ പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാത്തത്. അതല്ലെങ്കിൽ ഞങ്ങളെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പഠിപ്പിച്ച ഒരു സാറ് പറയും, വാസ്തവത്തിൽ ഈ അറബി രാജ്യങ്ങളൊക്കെ തിരിഞ്ഞു നിന്നൊന്ന് മൂത്രം ഒഴിച്ചാൽ ഒഴുകിപ്പോകുന്നതേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ. അതാണ് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പോലും അത് സാധ്യമാകാത്ത തരത്തിൽ ആക്കി മാറ്റിയിരിക്കുന്നു. ഇവരും കാഴ്ചക്കാരാക്കി മാറ്റിയിരിക്കുന്നു. ഒക്കേഷണലി ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാക്കി മാറ്റിയിരിക്കുന്നു വാസ്തവത്തിൽ അമേരിക്ക ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ. അതിൽ നിന്നും അവർ മാറാത്തിടത്തോളം കാലം, എത്രത്തോളം മാറാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല, മാറാത്തിടത്തോളം കാലം ഈ പശ്ചിമേഷ്യൻ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല, പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം യാഥാർത്ഥ്യമാവുകയില്ല.